ചെറുപ്പം മുതൽ ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് 5th പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു 10th പോകാന്ന്. 10th പ്രളയം കൊണ്ടുപോയി, +1 +2 കോവിഡ് കൊണ്ടുപോയി, ഡിഗ്രി ആണെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്നും കോളേജിൽ പോകണ്ട, എക്സാം ആകുമ്പോൾ പോയി എഴുതിയാൽ മതി. ഒരൊറ്റ സെമ്മും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി കഴിഞ്ഞാലാണ് നമ്മൾ ഡിഗ്രി കഴിയത്തുള്ളൂ. സോ സംഭവത്തിൽ ഞാൻ തെന്നി മാറി. ഇതിനിടെ കൂടെ ഞാൻ CMA റിലേറ്റഡ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ISFക്ക് ഒരു 3 to 4 months പോയിട്ടുണ്ടായിരുന്നു. അതിൽ 10 ദിവസം ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല. അവിടുന്ന് പരിചയപ്പെട്ട പിള്ളേരാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടി പെട്ടെന്ന് തീരുമാനിച്ചാണ് ട്രിപ്പിന് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ബിക്കോസ് ഇത്ര കൊല്ലങ്ങളായിട്ട് കാത്തിരുന്നൊരു സംഭവം ഇപ്പം നടപ്പിലാവാൻ പോകാന്ന് വെച്ചിട്ടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇവരായിട്ട് എനിക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, എന്നാലും ഞാൻ ധൈര്യമായിട്ട് ട്രിപ്പിന് പോകാണ് കേട്ടോ. എല്ലാവരോടും തലേദിവസമാണ് ഞാനൊരു ഹായ് അയച്ചിട്ട് പോയത്. ഈ ഗ്രൂപ്പിൽ എനിക്ക് ആ കൂടി അറിയാത്ത മുഖം ഇവൻ്റെ ആയിരുന്നു കേട്ടോ. ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഇവൻ എന്തൊക്കെയോ കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ട്രെയിനിൻ്റെ ഡോർ സൈഡിൽ പോയി കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ എനിക്ക് ജീവനെ പേടിയുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇരുന്നു കേട്ടോ. ശരിക്കും ഓരോന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ലൈക്ക് ട്രിപ്പ് മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാം മിസ്സായെന്ന് തോന്നി. ഇത് നമ്മുടെ സാറും മിസ്സാണ് കേട്ടോ, അവരും കൂടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കഥകൾ കേട്ട് ഞാൻ വീട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് വേഗം ഫുഡ് കഴിച്ചു, ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പൂളി ചാടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 5-6 മണിക്കൂർ പുള്ളി തന്നെയായിരുന്നു, ചെവിക്കൂടിയും കണ്ണിക്കൂടി ഒക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം ആർമാദിച്ച് അനന്തു നല്ല ജിലേബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചു. പിന്നെ ഗ്രില്ലല്ലോ അൽഫാം കഴിച്ചു. പിന്നെ രാത്രി എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പിന്നെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഞാൻ എന്തായാലും ജിമ്മിൽ പോകണേ ചേട്ടാ.